എന്നോട് പറഞ്ഞെന്നുള്ള കാര്യം പറഞ്ഞില്ല അവള്. എന്തായാലും നിന്നെ കാണാൻ തന്നെ ആയിരിക്കും. എന്നെ എന്തിന്? നീ കുറെ പിന്നാലെ നടന്നല്ലേ? അതൊന്നുമില്ല. ഞാൻ ഒരു പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഞാൻ 7B പഠിച്ചപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഐ ലവ് യു എന്ന് പറഞ്ഞു. 7B എന്നല്ല 8, 9, 10 ഒക്കെ നീ പിന്നാലെ. ഞാൻ ഒറ്റ പ്രാവശ്യം അവളുടെ അടുത്ത് പറഞ്ഞോളൂ. കാരണം അതിന്റെ ഭവിഷ്യത്ത് ഞാൻ അനുഭവിച്ചു. അവളെ എന്നെ ചീത്ത വിളിച്ച് പിടിച്ചു. ഞാൻ ആരോടും ഇതുവരെ അത് പറഞ്ഞിട്ടില്ല, സത്യം. പക്ഷെ ഇതിപ്പോ എന്റെ സംശയം നിന്റെ തെളിവുമായിട്ടായിരിക്കും അവള് പറഞ്ഞത്. എന്റെ എന്ത് തെളിവ്? മറന്നുപോയാ? നീ എഴുതി കൊടുത്തല്ലോ ലവ് ലെറ്റർ. ഓ, ഞാൻ കൊടുത്തത് ക്ലാസ്സിലുള്ള എല്ലാ ചെറുക്കന്മാരും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ കൊടുക്കണത്. പിന്നാണ് എനിക്ക് അബദ്ധം മനസ്സിലായത്. നിങ്ങളൊക്കെ തന്നെയാണ് എന്റെ ആൾക്കാർ. ഇല്ലില്ല, സംഭവം നീ വേറെ സംഭവം അറിയാമോ? ക്ലാസ്സിലുള്ള ബാക്കി കൊടുത്തവരുടെ എല്ലാം തിരിച്ചു ചുരുട്ടി അവളങ്ങ് കൊടുത്തു. നിന്റെ മാത്രം കൊടുത്തില്ല. മാത്രം നിന്റെ ലവ് ലെറ്ററേ ഒരിക്കലും ആർക്കും മറക്കാൻ പറ്റില്ല. നീ അന്ന് അതിനകത്ത് എഴുതി വെച്ച ഓർമ്മയുണ്ട? അരുമയായ സിനിക്കുന്നു നീ എഴുതിയത് എരുമയായ സിനിക്കും. ചായ കട്ടണം എന്തേലും കിട്ടുമോ? കിട്ടോ? എന്തിനാ ഇവര് ചായ കട്ടണം തന്നിടത്ത കാര്യം നോക്കുന്നത്? രണ്ടെണ്ണത്തിന് മോൻ നോക്കൂ. ഇത് എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ നമ്മളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഇത് നോക്കണേ? ക്ലീറ്റോ ചേട്ടാ, സത്യം പറ, ആ പെണ്ണും ഏട്ടനും തമ്മിൽ എന്താ ബന്ധം? ഞാൻ അവള് ബന്ധം നന്നായി. നീ എന്റെ പാട്ട് കൂടി. നീ അവനെ സംശയിക്കണ്ട. ഇത് കളി വേറെയാ. കനക, സത്യം പറ കനക, ഈ മനുഷ്യൻ എന്താ പെണ്ണുമായിട്ട്? എന്റെ തങ്കൊന്നൊന്നും പറയണ്ട. ആ പെണ്ണിനെ നിങ്ങളെ രണ്ടുപേരെ നല്ല കറക്റ്റ് ആയിട്ട് അറിയാം. നിങ്ങൾ രണ്ടുപേർക്കും അറിയാവുന്ന എന്തോ രഹസ്യമൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പോ എന്ത് പറഞ്ഞാലും സത്യം പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കൂല. അത് നോണായിട്ടാ നിങ്ങൾ കരുതൂ. അതിനെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിപ്പോ ഇവളുടെ മുഖത്തുണ്ട്. അത് പാരമ്പര്യമാണ്. കള്ളത്തിന് എനിക്കൊന്നും അല്ല. എന്നെ കൊണ്ട് പറയിപ്പിക്കലേ ക്ലീറ്റോ. എന്താന്ന് എടാ നീ കേക്കണം. സൗന്ദര്യ സങ്കല്പം അവളോട് വിളമ്പാൻ പോയിക്കണം. ആ നേരത്തെ ഈ മനുഷ്യൻ എന്റെ പുറകെ നടക്കാടാ. എന്നെ പ്രേമിക്കുന്ന പറഞ്ഞ് മറ്റു നാരങ്ങ മിഠായും കൊണ്ട്. അതിപ്പോ എന്താന്ന് വെച്ചാളിയാ, അവള് എന്റെ പുറകെ നടന്ന് ഇങ്ങനെ എന്നെ ശല്യം ചെയ്യുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ സൗന്ദര്യ സങ്കല്പം ഇങ്ങനല്ല എന്റെ പൊന്നു വെച്ച എന്നെ വിട്ടരേന്ന് പറഞ്ഞതാ. അല്ലാതെ ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. സത്യം. എന്തായാലും അവള് വരുന്നുണ്ടല്ലോ. അവള് വരട്ടെ. അവള് വരന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവള് വന്നോട്ടെ. അതിനു മുമ്പ് നിങ്ങൾ പറയില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാവോ? നിങ്ങൾ നുണ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കൂല. സത്യമാണ് പറഞ്ഞെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചേനെ. സത്യം പറഞ്ഞാലും നിങ്ങൾ എടുക്കില്ലല്ലോ. ഇത്ര നേരം ഇവിടെ നിന്ന് കള്ളത്തിൽ ആലോചിച്ചിട്ട് ഇപ്പൊ നുണോളം വേണ്ടിട്ടല്ലേ ഞങ്ങളുടെ അടുത്ത്? നീ നേരെ പാട്ട് പോക്കാൻ വെറുതെ എന്റെ വായിലേക്ക് കേൾക്കട്ടെ. ആ പെണ്ണുങ്ങോട്ട് വരട്ടെ. ഞങ്ങൾ രണ്ടാൾ ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ അവളോട് ചോദിച്ച് തെളിയിക്കാം. അത് കഴിഞ്ഞ് ഞങ്ങളോട് വേണമെങ്കിൽ ജീവിക്കാം, അല്ലെങ്കിൽ ഞങ്ങളെ ഇട്ടിട്ട് പോകും.